ജേസ് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴായിട്ട് ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ മാമ്പഴം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു തൈ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുള്ള ആ മാങ്ങാണ്ടി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പരിപ്പ് എടുത്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് തന്നെ മാവിൻ തൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തുള്ള ഈ പരിപ്പ് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജേസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മൂർച്ചയേറിയ കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാങ്ങാണ്ടി നമുക്ക് മുറിച്ചെടുക്കണം. അതിൻ്റെ പുറകുവശത്തുള്ള ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളഞ്ഞിരിക്കുന്ന ഭാഗം ചെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളച്ചു വരുന്ന ആ ഒരു ഭാഗം അവിടെയാണ്. അപ്പോൾ ആ മുള തട്ടി ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് ഭാഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ കൊത്തി കൊടുത്തോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തെ പൊളിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു കിട്ടിയാൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അകത്തി കൊടുത്താൽ തന്നെ നമുക്ക് അതിനുള്ളിലെ പരിപ്പ് സേഫായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. നമുക്ക് നോർമലായിട്ട് ഇത് അവിടെ മണ്ണിലൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ മുളച്ചു വരും. പക്ഷെ അതിനൊക്കെ ധാരാളം സമയമെടുക്കും. ഈ ഒരു പരിപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്തെടുത്ത് മണ്ണിലൊക്കെ പോട്ട് മിക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തൈ രൂപപ്പെട്ട് വരാനായിട്ട് തുടങ്ങും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു മാങ്ങാണ്ടി എടുത്ത് നേരെ മണ്ണിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്ന് മുള തന്നെ പൊട്ടി വരികയോ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ പരിപ്പ് അതിനകത്തെ പരിപ്പ് പുറത്തെടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒരു ആവരണമുണ്ട്, ഒരു കവർ പോലെ, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെ ഒരു ചെറിയൊരു തൊലി ഉണ്ടാകും. അത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം അത് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പരിപ്പ് എടുത്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ ആ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പിന് യാതൊരു കുഴപ്പവും വരില്ല, ചീച്ചിലോ അങ്ങനെ ഒരു കുഴപ്പവും വരില്ല. ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് മാവിൻ തൈയാക്കി ഒരാഴ്ച നമ്മൾ ഈ ഒരാഴ്ച മാത്രം പ്രായമുള്ള തൈകളാണിത്. ഏകദേശം ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഇതുപോലെ 2 കവറിലാക്കി വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് ഒരാഴ്ച കൊണ്ട് ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മാങ്ങാണ്ടിയുടെ പരിപ്പ് എടുത്തതിന് ശേഷം ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നേരെ പോട്ട് മിക്സിലേക്ക് ഇതുപോലെ നമുക്ക് കവറിലോ അല്ലെങ്കിൽ മണ്ണ് കവറിലാക്കിയതിന് ശേഷം അതിലേക്കോ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ആ മുള വരുന്ന ഭാഗം ഏകദേശം ഒന്ന് ചെരിച്ച് വെക്കണം. മുകളിലേക്ക് വരുന്ന രീതിയിൽ, പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ അതിൽ നിന്ന് മുള വന്ന് തുടങ്ങും. ഈ ഒരു കവറിൽ അത്യാവശ്യം വളർച്ചയെത്തി നമുക്ക് മാറ്റി നടാൻ പാകമാവുന്ന സമയത്ത് ഈ കവറിൽ നിന്ന് എടുത്തിട്ട് പുതിയൊരു മാവിൻ തൈ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.